110 സുന്നി എന്നും പറഞ്ഞ് EK ഉസ്താദിന് ആദർശത്തിൽ പഴുവ് സംഭവിച്ചു എന്നും പറഞ്ഞ് ഇറങ്ങി നടന്ന് ഇപ്പോൾ ഏടത്തി നിറയങ്ങൾ ഇസ്തിഗാസന്റെ വിഷയത്തിൽ നമ്മളൊന്ന് അറിയേണ്ടിയുണ്ട്. ഒരുപാട് വാദപ്രതിവാദം കേരളത്തിൽ നടന്നിട്ടുണ്ട്. പൂനൂര് വാദപ്രതിവാദം, അതുപോലെ കുറ്റിച്ചിറയിലെ വാദപ്രതിവാദം, കൊട്ടപ്പുറം വാദപ്രതിവാദം, അതിൻ്റെ ശേഷം പിന്നെ കുറെ വാദപ്രതിവാദങ്ങളും നടന്നിട്ടുണ്ടല്ലോ. എടമുട്ടത്തും മഞ്ചേശ്വരത്തുമൊക്കെ ഈ വാദപ്രതിവാദത്തിലൊക്കെയും അധികം ചർച്ച ചെയ്ത വിഷയത ഇസ്തിഗാസല്ലേ. ഇസ്തിഗാസ നേരിട്ടുള്ള തേട്ടം അത് ഇന്ന് മശായിഖന്മാരെ അഹ്ലിന് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ശൂറ കമ്പനിക്കത് ആ ബന്ധം നഷ്ടപ്പെട്ടു പോയി. എവിടെയാണ് ഇസ്തിഗാസന്റെ വിഷയത്തിലുള്ളത്? വഹാബിക്ക് ഏറ്റവും ദേഷ്യമുള്ള സംഭവം ഏതാ? അനസ് മൗലവി ക്ലിപ്പ് ഇടുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പറയട്ടെ. മുഅ്മിനിന്റെ വിശ്വാസിയുടെ ഖൽബിൽ വേദനയുണ്ടാക്കുന്ന ആ രംഗം ഒന്ന് രണ്ടെണ്ണം നമുക്ക് കണ്ടു നോക്കാം. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങൾ തുണയില്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂന്തവരേ, കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങൾ തുണയില്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂന്തവരേ, മടവൂരിൻ തിരുമുറ്റത്തെ. മഹാനായ ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ മഹാനവറുകളെ വിളിച്ചുകൊണ്ടുള്ള തേട്ടം, കാക്കണം ഞങ്ങളെ ശൈഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ. ഈ അടുത്ത കാലത്ത് വഹാബികൾക്ക് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കിയ വരികൾ, അതേ വരിയാ സ്വഹാബത്തും പാടിയത്. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറയുന്ന അതേ വരി, വലൈസാലന, എന്താർത്ഥം? ഞങ്ങൾക്കില്ല. വലൈസാലന, ഞങ്ങൾക്കില്ല, ഇല്ല ഇലൈക ഫിറാറുന, നബിയെ അങ്ങയുടെ സമീപത്തേക്ക് ഓടി വരിക എന്നതല്ലാതെ ഒരു രക്ഷയുമില്ല. ഇത് പറയാവ, ഐന ഫിറാറുന്നാസി, ആളുകൾക്ക് ഓടിപ്പോകാനുള്ള സ്ഥലം എവിടെയാണ്? ഇല്ല ഇലർ റുസുലി, അള്ളാഹു പറഞ്ഞേക്കുന്ന ദൂതന്മാരെ സമീപത്തേക്കല്ലാതെ. ആളുകളുടെ അഭയകേന്ദ്രം അതാണ് മുത്തു റസൂല് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ്. സയ്യിദിന്റെ അർത്ഥം ഇമാമുൻ നവവി ശറഹു മുസ്ലിമിൽ പറഞ്ഞു, ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദായിദ്, ആപൽഘട്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഓടിപ്പോകാനുള്ള സ്ഥലം, അഭയകേന്ദ്രം. അങ്ങനെ നമ്മളവരെ സമീപത്ത് ചെന്നാൽ ഫയതഹമ്മലു അൻഹും മകാരിഹും വയദ്ഫഉഹാ അൻഹും, ആ പ്രയാസങ്ങളെ നേതാവായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കിത്തരികയാണ്. അള്ളാന്റെ റസൂലിന്റെ സമീപത്ത് ചെന്ന് ഹബീബായ തങ്ങളോട് ഇസ്തിഗാസ ചെയ്യാത്ത ഒരു മഹാനും ഉണ്ടായിട്ടില്ല, ഒരു സ്വഹാബിയും ഉണ്ടായിട്ടില്ല. മഹാനരായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരെ ഖസീദത്തുൻ നുഅ്മാനിയ, പ്രസിദ്ധമായ വരികളല്ലേ, വിളിക്കുകയല്ലേ മുത്ത് റസൂലിനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, യാ അക്രമസ് സഖലൈനി യാ കൻസൽ വറാ ജുദുലി ബിജൂദിക വഅർദിനി ബിരിളാക അന താമിഉൻ ബിൽ ജൂദി മിൻക വലം യകുൻ ലിഅബി ഹനീഫത ഫിൽ അനാമി സിവാക. അബൂ ഹനീഫയാകുന്ന ഞാൻ അങ്ങയിൽ പ്രതീക്ഷയർപ്പിച്ച് വരികയാണ് നബിയേ,
അങ്ങയിലല്ലാതെ ഞങ്ങൾക്കാരിലാണ് പ്രതീക്ഷയുള്ളത്? ഞങ്ങൾക്ക് ഫഅസാക തസ്ഫഉ ഫീഹി ഇൻദ ഹിസാബിഹി ഫലഖദ് അദാ മുതമസ്സികം ബിഉറാക. അങ്ങയെ പിടിച്ച് അങ്ങയുടെ ശഫാഅത്ത് കൊണ്ട് പാവപ്പെട്ട അബൂ ഹനീഫ രക്ഷപ്പെട്ടാലല്ലാതെ എനിക്ക് രക്ഷയില്ലെന്ന് പാടിയ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. എന്നാൽ മശായിഖന്മാരുമായുള്ള ബന്ധാണ് പോയപ്പോൾ എവിടെത്തി? ഇസ്തിഗാസയിൽ എവിടെ എത്തി? ബദരീങ്ങൾ സഹായിച്ചു, അല്ലെങ്കിൽ മുഹയ്യദ്ദീൻ ശൈഖ് സഹായിച്ചു എന്ന് പറയുന്നത് ശരിയായ അദബല്ല എന്ന് പ്രസംഗിക്കുന്ന അവസ്ഥ വരെ എത്തി. എന്താ ഇതിനൊക്കെ മറുപടി ഉള്ളത്? വേഗം രക്ഷപ്പെടുക എന്നല്ലാതെ. ഓരോ ദിവസവും നമ്മൾ ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് തിരിയുന്നുണ്ടല്ലോ. ഇസ്തിഗാസ പറഞ്ഞ അഹ്ലുസുന്നന്റെ അടിത്തറയല്ലേ അത്? ഒന്ന് പറഞ്ഞു കേട്ട് നോക്കി നിങ്ങൾ. അള്ളാന്റെ റസൂല് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അദബ് കേടാവുന്ന പറയുന്നത്. തന്നെയാണ് തരുന്നത് എന്ന് കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അദബല്ല. എങ്ങനെ പറയുന്നാൽ അല്ലാഹു സഹായിച്ചു എന്ന് പറയണം. അത് പറയാൻ നമുക്ക് തർക്കമൊന്നുമില്ല, പ്രത്യേകം പറയേണ്ടില്ല. അതേ സമയത്ത് ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറയണം. മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു എന്ന് അഹ്ലുസുന്ന മുഴുവനും പറയുന്നു. അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. അല്ലാഹുവാണ് അടിസ്ഥാനപരമായ സഹായം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്നല്ലാതെ സഹായമില്ല എന്നറിയുന്നവരാണ് അഹ്ലുസുന്നയുടെ ആളുകൾ. പക്ഷേ അത് പഠിപ്പിച്ച മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതാണ് അനൽ ഖാസിം വല്ലാഹു ഹുവൽ മുഅ്തി. തരുന്നവൻ അല്ലാഹുവാണ്, എനിക്ക് തരുന്നത് അല്ലാഹുവാണ്, അത് വീതിച്ചു കൊടുക്കുന്ന നേതാവ് ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ റസൂലിലൂടെ അല്ലാതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തൊരു വസ്തുവും ലഭിക്കുകയില്ല. ഇമാം ഇബ്നു ഹജർ അൽ മിനഹുൽ മക്കിയയുടെ 499 പേജിൽ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ പവർ പറഞ്ഞുകൊണ്ട് ഇന്നമാ അന ഖാസിം വല്ലാഹു യുഅ്തി എന്ന ഹദീസ് വിശദീകരിച്ചു പറയുകയാണ്. ഫകുല്ലു മാ ദഹറ ഫീ ഹാദൽ ആലം ഫഇന്നമാ യുഅ്തീഹി മുഹമ്മദുൻ യുഅ്തീഹി മുഹമ്മദുൻ യുഅ്തീഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പ്രകടമായ മുഴുവൻ സംഭവങ്ങളും അത് അല്ലാഹുവിന്റെ റസൂല് നൽകുന്നതാണ്. റസൂല് മുഖേന അല്ലാഹ്ന്നല്ല. അങ്ങനെ വേണമെങ്കിൽ വേറെ സമയത്ത് പറഞ്ഞോ. ഇവിടെ പ്രയോഗിച്ച് യുഅ്തീഹി, ലോകത്തുള്ള സർവ്വതും നൽകുന്നു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ റസൂൽ? അല്ലദീ ബിയദിഹിൽ മിഫ്താഹ്, ആ റസൂലിന്റെ കയ്യിലാണ് ചാവിയുള്ളത്. ചാവിയുള്ള ആള് വരാതെ തുറക്കാൻ കഴിയോ? അത് എവിടെന്നാണ് അദബ് കേടായത്? മറുപടി പറയുങ്ങള്. എന്നു മുതലാണ് അത്? ഈ അദബ് കേടായ സംഭവത്തിന് വേണ്ടിയാണോ കൊട്ടപ്പുറത്ത് വാദപ്രതിവാദം നടത്തിയത്? ഇസ്തിഗാസ അതാണല്ലോ, ഞങ്ങളെ കാക്കണേ. നേരെ ഔസുൽ ആദം തങ്ങളോട് പറയാ. അതല്ലേ ഇബ്നു തൈമിയ്യക്ക് പ്രശ്നമായത്? അത് പ്രശ്നമായപ്പോ ബഹുമാനപ്പെട്ട ഇമാം സുബ്ക്കി എഴുതിയ ഗ്രന്ഥമാണ് ശിഫാഉസ് സഖാം ഫീ സിയാറത്തി ഖൈറിൽ അനാം. 7-ാം നൂറ്റാണ്ട് കാലത്ത് ഇബ്നു തൈമിയ്യ വന്ന് നേരിട്ട് അംബിയാ ഉലിയാക്കന്മാരോട് ചോദിക്കാൻ പാടില്ല എന്ന ഒരു വാദം കൊണ്ടുവന്നപ്പോ ആ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട്
തവസ്സുൽ ഇസ്തിഗാസയെ സ്ഥിരപ്പെടുത്തി ഇമാം സുബ്കി തഖിയുദ്ദീൻ സുബ്കി താജുദ്ദീൻ സുബ്കി എന്നവരുടെ പിതാവ് അവർ എഴുതിയ ഗ്രന്ഥം എല്ലാ രോഗങ്ങൾക്കും ശിഫ ഉണ്ട് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ. 359 പേജ് മഹാനവറുകൾ അതിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇൽം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസ. തവസ്സുൽ പറഞ്ഞാൽ എന്താ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? തവസ്സുലു എന്ന് പറഞ്ഞാൽ മുൻനിർത്തി പറയാം. ബദരീങ്ങളെ ഹക്ക് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറയാം. സുന്നത്തായൊരു സംഭവം. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ, അത് ചെയ്യാം. അതിന് തവസ്സുൽ എന്നാ പറയാം. ഇസ്തിഗാസ എന്ന് പറഞ്ഞാലോ നേർക്ക് നേരെ സഹായം. ബദരീങ്ങളെ ഞങ്ങളെ സഹായിക്കണേ, മമ്പുറന്തങ്ങളെ സഹായിക്കണേ, മടവൂര് ശൈഖേ ഞങ്ങളെ കാക്കണേ, നേരെ പറയാ. ആ നേരെ പറയുന്ന ശൈലിയാണ് മങ്കൂസ് മൗലിദിൽ ഇർതകബ്തു അലൽ ഖതാ. ഇനി നമ്മളെ നേരെ കുത്തുബിയത്തിന്റെ വരികൾ ഇങ്ങോട്ട് എടുത്തു നോക്കിയാലോ, മാലയിലൊക്കെ മൗലിദുണ്ടോ? മാലയിലും മൗലിദിലുമൊക്കെ നിരന്തരം പറഞ്ഞ വരികളാണത്. കണ്ടോ? എന്നോട് നേരിട്ട് തേടാനുള്ള ആ ഒരു ആഹ്വാനമാണ് മൗലിദിലൊക്കെ നടത്തിയത്. എല്ലാ സ്ഥലങ്ങളിലും അത് നമുക്ക് കാണാം. അതേ, വല്ല നീലയിന്നും എന്നെ വിളിഫോർക്ക് വായിക്കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. യാതാലൊരിക്കലും അല്ലാട് തേടുകിൽ എന്നെ കൊണ്ടല്ലാട് തേടുവീനെന്നോവർ. അങ്ങനെയും തേടാം. അതേ സമയത്ത് എന്നെ തന്നെ നേരിട്ട് വിളിച്ചോളൂ. അങ്ങനെ വിളിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യുകയാണ്. മഹാനരായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ വരികളിൽ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു എഴുതിയതാണ് ഇതെല്ലാം. ഇങ്ങനെ നമ്മൾ പറഞ്ഞാലുണ്ടോ അത് തീരുന്നു. അങ്ങനെ മഹാന്മാരൊക്കെയും വിളിച്ച വിളി, ഖുതുബിയത്തിൽ നമ്മൾ ചൊല്ലിയ വരി, അതൊക്കെ നേർക്ക് നേരെയുള്ള സഹായമാണ്. ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരിപ്പോൾ എന്താ ചെയ്തു കാര്യങ്ങള്? ഇവര് പറഞ്ഞു ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് തവസ്സുൽ തന്നെയാണ്. മനസ്സിലായില്ല? ഇസ്തിഗാസ എന്ന നേരിട്ടുള്ള തേട്ടത്തെ അവർ തവസ്സുലാക്കി മാറ്റി. തവസ്സുൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവരെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കുക. അപ്പൊ അതേ ഉള്ളൂ എന്നാ ഇപ്പൊ ഏറ്റവും പുതിയ പ്രസംഗത്തിൽ പറയുന്നത്. ഇസ്തിഗാസയൊക്കെ തവസ്സുലാണ് എന്നാണ്. അതൊന്ന് കേട്ടോളൂ. അങ്ങനെ കാവൽ ചോദിക്കുമ്പോൾ ആ കാവൽ ചോദിച്ചത് അല്ലാഹു ഖബൂൽ ചെയ്യാൻ, ഫലവത്താകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. ഇസ്തിഗാസ തവസ്സുലാണ്. തവസ്സുലിന്റെ ഒരു ഇനമാണ് ഇസ്തിഗാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഊദു ബി റസൂലില്ലാ എന്ന് പറഞ്ഞു. പടച്ചവന് കാക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞല്ല. അങ്ങനെ ഒരു സഹാബി വിശ്വസിക്കൂല. ഏതുപോലെ നമ്മൾ സാധാരണയായി ബദർ മൗലിദ് ഓതുമ്പോ പടച്ച റബ്ബിനോട് പറയും ബദരീങ്ങൾ കാവലിലേക്കല്ലാ. അതിന്റെ അർത്ഥം അള്ളാഹ് കാവലി തരാൻ കഴിയാത്തതുകൊണ്ട് ബദരീങ്ങളെ കാവല് വേണമെന്ന് അങ്ങനെ വല്ല മുസ്ലിമും വിശ്വസിക്കും? അങ്ങനെയല്ല. ബദരീങ്ങൾ കാവലിലേക്കല്ലാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ. നബി തങ്ങൾ എങ്ങനെ ദുആ ചെയ്തത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ധാരാളമായി പാടിയപ്പോ നബി തങ്ങളുടെ ദുആ, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്. അല്ലാഹുവേ, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അദ്ദേഹത്തെ നീ മുഴുവനും തവസ്സുലിലേക്ക് കൊണ്ടുപോവാണ്. കാരണം തവസ്സുല് ഏകദേശം ചിർക്കല്ല എന്ന് വിസ്ഡം ജുന്നൂരികളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ചോദിക്കണം അല്ലാഹുവിനോട് തന്നെ പല മുൻനിർത്തി ചെയ്യാൻ പാടില്ല, എന്നാൽ ചെയ്താലും അത് ശിർക്കൊന്നുമല്ല എന്നുള്ളിടത്താണ് ജിന്നു മുജാഹിദുകളൊക്കെ എത്തിയത്. അവിടേക്ക് കൊണ്ടുപോവാണ്. തവസ്സുലിന്റെ അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ അടിസ്ഥാന വിഷയം ഇസ്തിഗാസയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഖുതുബിയത്തിൽ എന്താ ചെയ്യുന്നത്? യാ സയ്യിദി സനദി ചൊല്ലി, യാ സയ്യിദി സനദി ഔസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇർദി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീ മുഹിയദ്ദീൻ.
ഞങ്ങളുടെ അവലംബമായ ശൈഖവറുകളെ കുല്ലി ലഹീറൻ, നിങ്ങൾ ഞങ്ങൾക്ക് സഹായിക്കണം. നേർക്ക് നേരെയാണ്, കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ പോയാ കാണാ ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതകഹു ഫഅൻത മാലികുഹു വനജ്ജിനി മിൻ ലലാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ അബ്ദുൽ ഖാദിർ ജിലാനി. നേർക്ക് നേരെയുള്ള തേട്ടമാണ്. ഓ ശൈഖവറുകളെ, ഞങ്ങളുടെ ഹൃദയമൊന്ന് പ്രകാശിപ്പിച്ചു തരണം. ആ സന്മാർഗത്തിൻ്റെ വഴി ഞങ്ങളെ ഹൃദയത്തിലിട്ട് തരണം. നിങ്ങളാണല്ലോ അതിൻ്റെ അധികാരി, നിങ്ങൾക്ക് അള്ളാഹു തന്നതാണല്ലോ. അതേ വനജ്ജിഹി മിൻ ലലാ വനജ്ജിനി മിൻ ലലാ, ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ഫിഹാ മഹാലികുഹു, എല്ലാ നാശങ്ങളുമുള്ള നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് നേരിട്ടുള്ള തേട്ടം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അടിത്തറ. എന്തായിപ്പോ ഇതൊക്കെ പിടിച്ച് തവസുരാക്കി. ഇങ്ങനൊരു സംഭവമില്ല. ബാപ്പ ഈ കോലത്ത് പോയപ്പോൾ മകൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. മകൻ എന്താ പറഞ്ഞു അറിയോ? ഞങ്ങൾ അങ്ങനെ മൊയ്തീൻ ഷെയ്ഖിനോടും തേടുന്നില്ല, ബദരീങ്ങളോടും തേടുന്നില്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാണ്. ഞങ്ങളെ തേട്ടം അള്ളാഹിനോടാണ്, വരെ മുൻനിർത്തി അള്ളാഹിനോട് തേടുന്നേ ഉള്ളൂ എന്നാണ് ബാപ്പ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലേ തവസുലാക്കിയത്? ഇനി മകൻ പറഞ്ഞുതരും. മറ്റേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാഹ്. അപ്പൊ ചിലർക്കൊരു സംശയം, മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സ്മരിക്കുന്ന മാസല്ലേ ഇപ്പൊ എല്ലാവരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു സമയമല്ലേ? നിങ്ങളല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവോട് സഹായം തേടണം. അതുതന്നെയല്ലേ ഖുർആനും പറഞ്ഞത്. പിന്നെന്തിനാ മൊയ്തീൻ ശൈഖിനോട് ചോദിക്കുന്നത്? നമ്മളാരും മൊയ്തീൻ ശൈഖ് റളിയല്ലാഹുവിനോട് ചോദിക്കാറില്ല, ഒരു ബദരീകളോടും ചോദിക്കാറില്ല, ഒരു നേതാക്കളോടും ചോദിക്കാറില്ല. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ദുആ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്ക്കാണ് സ്തുതി. മുഹീദ്ദീൻ ശൈഖിന് സ്തുതിയാണ് എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫാത്തിഹ ഓതുമ്പോൾ ചിലപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഓതിയിട്ടുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഓതിയിട്ടുണ്ട്. അവരൊക്കെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് അവരെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നത് ആരോടാ? ലോകസിദ്ധാവായ റബ്ബിനോടാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവനും അധിപൻ അവൻ മാത്രമാണ്. അവൻ മാത്രമേ സൃഷ്ടിക്കുന്നവനുള്ളൂ, അവൻ മാത്രമേ പടച്ചു തരുന്നവനുള്ളൂ. ഒരു കാര്യവും ഒരു നബിയും പടക്കൂല, ഒരു മലക്കും പടക്കൂല, ഒരു വലിയും പടക്കൂല, ഒരു സാലിഹും പടക്കൂല. ഇതൊക്കെ ഒരു മൗലവിയായി കേന്നമ് പോയി പ്രസംഗിക്കാം. എവിടെ എത്തി കാര്യം? ഞങ്ങളാരും ഒരു വലിയനോട് ചോദിക്കുന്നില്ല, ഞങ്ങളാരും ഒരു നബിയോട് ചോദിക്കുന്നില്ല, അവരെ മുൻനിർത്തി അള്ളാഹുവിനോടാണ്. കുറച്ചും കൂടിയാണ് ഓതുമ്പോ ആ മുൻനിർത്തുക എന്നുള്ളതുകൊണ്ട് മാറും, നേരെ അള്ളാഹിനോടാണാവും. അള്ളാഹിനോട് നേരെ ചോദിക്കാൻ നിർദ്ദേശം വേണം. അള്ളാഹുവിനോട് തേടൂ എന്ന് പറയുമ്പോൾ തേടാറുണ്ട് നമ്മൾ. എന്നാൽ ആ തേട്ടം വരെ ശരിയാകണമെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട മഹാന്മാരിലൂടെ പോകണം ആ തേട്ടം. അതാ മഹ്ശറയിൽ വരെ അവിടെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ നേരെ അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹിന്റെ അമ്പിയാക്കളെ സമീപത്ത് ചെന്ന് ഇസ്തിഗാസ ചെയ്യണം. ആദം നബി മുതൽ തുടങ്ങണം. ഒടുവിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങളെ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി റബ്ബിനോട് ഒന്ന് ശഫാഅത്ത് ചെയ്യാൻ തേടുകയല്ലേ ലോകത്തുള്ള മുഴുവനും. നേർക്ക് നേരെ തേടിയവരാ സ്വഹാബികൾ. അതാണ് സ്വഹാബികളിൽ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ തേട്ടം. നബിയേ അസ്അലുക, അങ്ങയോട് ചോദിക്കുന്നു നബിയേ, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഉന്നത സ്ഥാനം.
ഇത് ഇവർക്ക് വയത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, നേർക്ക് നേരെയുള്ള തേട്ടമല്ലേ, നിങ്ങൾക്കൊരു സ്റ്റേജും ഒരു മൈക്കും കിട്ടിയെന്ന് കരുതിയിട്ട് സാക്ഷാൽ മുജാഹിദുകൾ വഅദ് പറയുന്ന പോലെ ഇയ്യാക നഅ്ബുദു ഓതിയിട്ട് ഞങ്ങൾ ഔലിയാക്കന്മാരോട് തേടാറില്ല എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ എന്തിനു വഞ്ചിക്കണം? നിങ്ങൾ അതുമായി പൊയ്ക്കോ, ആളുകളെ വിട്ടേക്ക്. ആളുകൾ തവസ്സുല് ചെയ്യുന്നവരാണ്, ഖുതുബിയ്യത്ത് ചൊല്ലുന്നവരാണ്. അത് നേർക്ക് നേരെയുള്ള തേട്ടം തന്നെയാണ്. അതാ സ്വഹാബത്തിന്റെ മാതൃക. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതും അങ്ങനെയാണ്. ഇമാം അബൂ യഅല തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഅറാബിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. അഅറാബി നല്ല സ്വീകരണം കൊടുത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു, സൽ, ചോദിച്ചോ മോനെ, ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോ അഅറാബിയാണല്ലോ, കൂടുതൽ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. മൂപ്പര് പറഞ്ഞു, എനിക്ക് കിട്ടേണ്ടത് നാഖതൻ നർകബുഹാ, വാഹനം കിട്ടിയാൽ തരക്കേടില്ല, ഒരൊട്ടകം കിട്ടണം നബിയേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ചോദിച്ചോളൂ എന്ന് ഞാനൊരവസരം തന്നാൽ അവിടെ ബൈക്കും ഒട്ടകൊന്നും ചോദിക്കാൻ പാടില്ല. മറിച്ച് മൂസാ നബിയുടെ കാലത്ത് ആ ഉമ്മാമ മൂസാ നബിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് അമ്പിയാക്കളോട് ഔലിയാക്കളോട് ചോദിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വഹാബികൾ ചോദിച്ചു, നബിയെ എന്താണ് ആ ഉമ്മാമ ചോദിച്ചത്? അതേ, മൂസാ നബി അലൈഹിസലാം മിസ്രിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. പക്ഷേ മിസ്രിൽ നിന്ന് എത്ര യാത്ര ചെയ്തിട്ടും മിസ്രിന്റെ ബോർഡർ കടക്കാൻ കഴിയുന്നില്ല. അവസാനം ചോദിച്ചു, ഇവിടെ മുൻകാലത്ത് ജീവിച്ച ഒരു നബി ഉണ്ടായിരുന്നല്ലോ, യൂസുഫ് നബി അലൈഹിസലാം. ആ യൂസുഫ് നബി വല്ല വസിയത്തും ചെയ്തത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പൊ വയസ്സായ ഒരാൾ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിനോട് യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്തായ സന്ദർഭത്തിൽ ഒരു വസിയത്തുണ്ടായിരുന്നു, മൂസാ നബി ഇവിടെ വരും, ആ മൂസാ നബി മിസ്ർ നിന്ന് ഫലസ്തീനിലേക്ക് പോകുമ്പോൾ എൻ്റെ ജനാസ എടുത്തു പോകണം. ആ വസിയത്ത് അത് നിറവേറ്റിയാലേ മിസ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ നബിയെ. അങ്ങനെ മൂസാ നബി അന്വേഷിച്ചു, ആ ഖബർ ഷരീഫ് എവിടെ? അന്ന് നല്ല പെട്ടിയിലാക്കിയിട്ട് കടലിൽ ആഴ്ത്തലാണ് അന്നത്തെ രീതി, ഖബർ ചെയ്യുന്ന രീതിയാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ വയസ്സ് ചെന്നൊരു ഉമ്മാമുണ്ട്. അന്ന് നൂറ്റാണ്ടുകളൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടാവും. ആ ഉമ്മാമയുടെ സമീപത്തെത്തി അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് അജൂസു ബനി ഇസ്രായേൽ എന്നാ പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാം കടലിന്റെ ഓരത്ത് താമസിക്കുന്ന ഉമ്മാമയുടെ വീട്ടിലെത്തി. പറഞ്ഞു, ദുല്ലീനി അലാ ഖബരി യൂസുഫ്, യൂസുഫ് നബിന്റെ ഖബർ ഒന്ന് കാണിച്ചു തരണം. ഉമ്മാമ പറഞ്ഞു, കാണിച്ചു തരാ, എനിക്കൊരു കാര്യം പറയാണ്ട് അത് നിങ്ങൾ അംഗീകരിച്ചോളണം. നല്ല ഉഷാറുള്ള ഉമ്മാമയാണ്. മുമ്പ് സംഘടനയിലൊന്നും പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ. എന്താ ഉമ്മാമന്റെ മറുപടി? ഉമ്മാമ പറയാണ്, ഒറ്റ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാ. എന്താ? അകൂനു മഅക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളെ കൂടെ ഒരു സീറ്റ് തരണം, അത് തന്നാ കാണിച്ചു തരാ. മൂസാ നബി നോക്കി, വല്ലാത്ത ചോദ്യമായി പോയല്ലോ. അള്ള പറഞ്ഞു, കൊടുത്തേക്ക്, നിങ്ങൾക്കല്ലേ അതിന്റെ അധികാരക്കാലത്ത് കൊടുക്കാമെന്നായി മൂസാ നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തു. ഉമ്മാമ ആ സ്ഥലം, യൂസുഫ് നബിയുടെ ജനാസ എടുത്ത് മൂസാ നബി അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് പോന്നു. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് രണ്ടാമതവരെ മറവ് ചെയ്തു. ഈ സംഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ മുത്തുനബി പറയാണ്, എന്നോട് ചോദിക്കുമ്പോൾ ബൈക്കും മോട്ടോർ സൈക്കിളും ഒട്ടകൊന്നുമല്ല ചോദിക്കേണ്ടത്, ആ ഉമ്മാമ ചോദിച്ച സ്വർഗമാണ് എന്നോട് ചോദിക്കേണ്ടതെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇമാം അബൂ യഅല ഉദ്ധരിച്ചു, അൽബാനി വരെ പെട്ടുപോയി. അയാൾ പറഞ്ഞു, ഈ ഹദീസ് സ്വഹീഹാണ്, ഇതിന്റെ ഉള്ളിലെ ആശയം അയാൾ ഓർത്തില്ല, ഓർത്തക്കടി അയാൾ ദഈഫാക്കും. അൽബാനി വരെ പെട്ടുപോയ ഹദീസാ. എന്താ അങ്ങക്ക് പറയാനുള്ളത്? ബാപ്പയും മോനും കൂടി ഇപ്പം എന്താ വിചാരിച്ചത്? അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ പാവപ്പെട്ട ആളുകളുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് സൗധങ്ങൾ കെട്ടിപ്പടുത്ത് എല്ലാം ആയപ്പോ ബദരീങ്ങളെ വിട്ടോ.
ഖുതുബിയ്യത്ത് ഒഴിവാക്കിയോ, മങ്കൂസ് മൗലിദ് രാജിവെച്ചോ, അതിൽ നിന്ന് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഈ ഉമ്മത്തിനോട് മാപ്പ് പറയാതെ രക്ഷയില്ല. ഉള്ളിന്നുള്ള ക്ലാസ് അല്ലേ ശിഷ്യന്മാരും മക്കളും വന്ന് നീച്ചു പറയാ. നീ വേറൊരു ശിഷ്യൻ പറഞ്ഞു കേട്ടോളി, ചെറുമുഹത്ത് സഖാഫി പറയട്ടെ. പിന്നെ അതോടൊപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി എന്നാണ്, ഇസ്തിഗാസ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ പോട് പഠിച്ചവനെ പോലെ ആക്കുകയാണ്. ഇസ്തിഗാസ ശരിക്ക് മഹാന്മാര് പലപ്പോഴും നമ്മളെ വിളി അറിഞ്ഞോളണമെന്നില്ല. ഓല് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് മരണശേഷം സഹായിക്കാം, അങ്ങനെ സംഭവിച്ച സംഭവങ്ങളും ഉണ്ട്, അതിനെ നിഷേധിക്കല്ല. അതേസമയത്ത് നമ്മൾ ഇസ്തിഗാസ ചെയ്യുന്നതെല്ലാം അവർ കേൾക്കുന്നു, അതനുസരിച്ച് ഓല് ഉത്തരം ചെയ്യുന്നു, അങ്ങനെയൊന്നും സുന്നത്തിമയത്തിന് വാദമില്ല. നമ്മൾ വിളിക്കുന്ന എല്ലാ വിളികളും മഹാന്മാർ കേട്ടിരിക്കും, അവരുത്തരം ചെയ്യും, അങ്ങനെ വിചാരിച്ചിട്ട് അല്ല വിളിക്കുകയും ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ മഹാന്മാരെ വിളിക്കുമ്പോൾ അള്ള എന്തായാലും കേൾക്കും. അപ്പൊ അള്ള എൻ്റെ ഇഷ്ടപ്പെട്ട ആളെയാണല്ലോ വിളിക്കുന്നത് എന്ന നിലക്ക് അള്ള നമ്മളെ സഹായിക്കും. എന്നാ ചങ്ങായി നേരെ അള്ളഹാനോട് ഞാൻ തേടിയ പോലെ അള്ള കേൾക്കും. അള്ള കേൾക്കുന്നില്ല ഇവിടെ തർക്കണ്ടോ? അള്ളഹാനോട് തേടണം എന്നില്ലേലും തർക്കണ്ടോ? ഇവിടെ തർക്കം എന്താ? ഇവിടെ ഇബ്ലീസിന് പറ്റിയ കുഴപ്പമെന്താ? അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണം, അത് അല്ലാഹു തആല പറഞ്ഞാൽ 1000 സുജൂദിന് റെഡിയാണ് ഇബ്ലീസ്. പക്ഷേ അല്ല പറയാണ് ഉസ്ജുദൂലി ആദം. അവിടെ കുഴപ്പം. ആദം നബിക്ക് സുജൂദ് ചെയ്തോളണം. അവിടെല്ലേ ഹക്കും ബാത്തിനും തിരിയ. അള്ളാനെ അംഗീകരിക്കണമെങ്കിൽ അല്ല പറഞ്ഞതും കൂടി അംഗീകരിക്കണം, അള്ളാന്റെ ആളുകളെ അംഗീകരിക്കണം. അവിടെ ഇബ്ലീസ് പറഞ്ഞു അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അവൻ വിസമ്മതിച്ചു. അതിനില്ല. ഇതുപോലെ അള്ളാഹിനോട് തേടണം, അതിൽ ഇബ്ലീസിന് പോലും തർക്കല്ല. എന്നാ റസൂലിനോട് തേടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഔലിയാക്കന്മാരെ വിളിച്ച് തേടണം, അത് പ്രശ്നമായി. എന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ അടക്കമുള്ള മഹാന്മാരെ വിളിച്ചാൽ അവർ കേൾക്കണം എന്നതുപോലുമില്ല. എവിടെ എത്തി കാര്യം? അതാ ഞാൻ പറഞ്ഞത്, ഇത് SSF എന്ന് മാറ്റിയിട്ട് ISM എന്ന് ചേർത്ത് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു പോയില്ലേ കൂട്ടുകാരെ? എവിടേക്കാണ് ഈ പോക്ക്? ഇസ്തിഗാസ ഈ ദീനിന്റെ അടിത്തറയല്ലേ? അത് പൊളിച്ചിട്ട് പിന്നെ എന്ത് സുന്നി? കഴിഞ്ഞിട്ടില്ല. ഒരവസരം കൂടി ചെറുമോത്ത് സഖാഫിക്ക് കൊടുക്ക്. അദ്ദേഹം സിറാജുൽ ഹുദയിലെ സീനിയർ, പിന്നെ സിറാജുൽ ഹുദന്റെ സന്തതിയാണ്. പറയട്ടെ അദ്ദേഹം ബാക്കി കൂടി. എല്ലാം അബദ്ധമാണ്. സംഗതി ഇമാമിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് അള്ളാഹു കേൾക്കും, അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളെയാണ് അവൻ വിളിക്കുന്നത്, എൻ്റെ ഇഷ്ടപ്പെട്ട ആളെയാണ് അവൻ വിളിക്കുന്നത് എന്നുള്ള നിലക്ക് അള്ളാഹ് സഹായിക്കും എന്ന നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതുപോലെ അത് അവരോടുള്ള ഒരു തഅലീമിന്റെ ഭാഗവും കൂടിയാണ് നമ്മൾ അവരെ വിളിക്കുക എന്നുള്ളത്. ഒരു തഅലീമാണത്. മഹാന്മാരെ ആദരിച്ചു എന്നുള്ള നിലക്ക് അള്ളാഹു തആല തരികയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് നമ്മൾ സാധാരണ ചോദിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇബ്നു തൈമിയ ഇസ്തിഗാസനെ എതിർത്തപ്പോ ഇസ്ലാമിൽ തന്നെ പുറത്തു വന്ന കോലത്തിലായി പോയി എന്നൊക്കെ പറയാൻ കാരണം ആ മഹാന്മാരെ ആദരിക്കുന്നതിനെതിരായതുകൊണ്ടാണ്. അപ്പൊ ഒരു ആദരവ് ആണത്. ഇങ്ങനെ അതിൽ നിന്നൊക്കെ മൊത്തത്തിൽ എന്ത് ചെയ്തു, ഈ ഇസ്തിഗാസയുടെ ആൾക്കാർ ഓവറാക്കിയിട്ട് പിടുത്തം വിട്ടു എന്ന് തോന്നിയോണ്ട് ഓം കൂടി കൂട്ടിച്ചേർത്താണ് എതിരഭിപ്രായണ്ടേ പറയാം. എല്ലാ വിളിയും ആര് എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും മഹാന്മാരെ അള്ള കേൾക്കും പോലെ കേൾക്കും എന്നൊക്കെ ആയിരിക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളെ കുറച്ച് മുമ്പുള്ള ഇമാമിങ്ങൾ തന്നെ പറഞ്ഞേ, ബദരീങ്ങളെ ബർക്കത്തിനാൽ തുണ, അല്ലേ, മൊയ്തീശയുടെ ബർക്കത്തിനാൽ കാക്കണേ, അങ്ങനെയല്ല ഓല് പഠിപ്പിച്ച്. ഇസ്തിഗാസ തന്നെ തവസ്സുലാണ് ശരിക്ക് ഇമാമിങ്ങൾ പഠിപ്പിച്ചതിൽ ഉള്ളത് തന്നെ. ഇസ്തിഗാസ എന്നുള്ളത് തന്നെ വളരെ കുറവാണ്. തവസ്സുലാണ് ശരിക്കും എല്ലാത്തിലും ഉള്ളതും. എല്ലാവരും മുൻഗാമികളൊക്കെ പഠിപ്പിച്ചു. പിന്നെ ഇസ്തിഗാസ ശിർക്കാണെന്നൊന്നും പറഞ്ഞുകൂടാ, അത്രേ ഉള്ളൂ. ഇസ്തിഗാസ ശിർക്കാണെന്നൊന്നും പറഞ്ഞുകൂടാ. അത് മൂപ്പരൊരു ഔദാര്യാണ്. ഇവന്റെ ഔദാര്യം ആർക്ക് വേണം? ഒരേ പരിഗണന. അതല്ല ഇസ്തിഗാസയാണ് കൂടുതൽ വരുന്നത് എന്നല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉദാഹരണം പറഞ്ഞതൊക്കെ ഇസ്തിഗാസയാണ്. ഇവിടെ ഇസ്തിഗാസ അല്ലാതെ എന്തേ നടക്കുന്നുണ്ടോ? ബദറിൽ നടന്നതെന്താ? ബദറിൽ നടന്നത് അലിയാരി പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തു ചെന്ന് നഹ്നു നലൂദു ബിറസൂലില്ലാഹ്,
ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് അഭയം തേടി ചെന്ന് ഇസ്തിഗാഥ ചെയ്യുകയായിരുന്നു ബദറിൽ. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ ഉദ്ധരിച്ചു. ഇമാമീങ്ങളൊക്കെ അങ്ങനെയാ ചെയ്തത്. ഇനി അവസാന കാലത്ത് എഴുതി ഇവിടെ ഇറങ്ങി വരാനുണ്ട്. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, ആ ഈസ നബി റൗദയുടെ സമീപത്ത് വന്നുകൊണ്ട് തേടുകയാണ്, യാ റസൂലല്ലാഹ്, എന്നെ വിളിക്കുമെന്നും ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്നും 14 നൂറ്റാണ്ട് മുമ്പ് ത്വാഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. നോക്കുകുത്തിയായി നിൽക്കാനല്ലാതെ മുശാവറക്ക് എന്തിന് കഴിയും? അതിനല്ലേ നിങ്ങൾ ആദ്യം പ്രമേയം കൊണ്ടുവരേണ്ടത്. ഇസ്തിഗാസ ഇല്ലെന്നും തവസ്സുലാണെന്നും അത് അഥവാ അല്ലെന്നും അത് ശരിയല്ലെന്നും കുതുബിയത്തിന്റെ കാലം കഴിഞ്ഞുവെന്നും ഇതൊക്കെ ഇവിടെ പ്രസംഗിച്ച് നടന്ന് ശിഷ്യന്മാരാണെങ്കിൽ ഞങ്ങൾ തീരെ തേടുന്നില്ല എന്ന് പ്രഖ്യാപനവും നടത്തിയിട്ട് ഇനിയും നോക്കി നിൽക്കുകയാണോ? തവസ്സുല് കുതുബിയത്തില്ലേ? കുതുബിയത്താൽ അവിടെ ഏറ്റവും വലിയ ഇസ്തിഗാസ, യാ ഗൗസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതിനെക്കുറിച്ച് പേരോട് മർക്കസിൽ വെച്ച് പറഞ്ഞ തവസ്സുലാണ് എന്നാണ്. കേട്ടു നോക്കി നിങ്ങൾ. എനിക്ക് അല്ലാഹു തആല മതി. ഇങ്ങനെ കൃത്യമായ അല്ലാഹുവിൽ ലയിക്കുന്ന തൗഹീദ്, ആ തൗഹീദ് പഠിപ്പിച്ച മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ചൊല്ലുന്ന പദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ നല്ല തവസ്സുല. ബസിറു ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതകഹു ഫഅൻത മാലികുഹു. ഔസുൽ അലമേ, എന്റെ ഹൃദയമൊന്ന് ശുദ്ധിയാക്കി തരണേ, ബസീറത്ത് തരണേ, ഹിദായത്തിന്റെ വെളിച്ചം തരണേ. ബദരീങ്ങളാൽ എന്ന് പറയുമ്പോൾ ബദരീങ്ങളാൽ എന്ന് മാത്രം, അത് ബദരീങ്ങളെ നേരിട്ട് തേടല്ലേത്. അപ്പൊ അതൊക്കെ വിട്ടോ. ഇ.കെ. ഉസ്താദിന് ആദർശ ചോർച്ച സംഭവിച്ചു എന്ന് പറഞ്ഞ് 89 ഇറങ്ങിപ്പോന്ന ടീം ഇപ്പോൾ തവസ്സുലിൽ എന്ന സ്റ്റോപ്പിലാണുള്ളത്. കുറഞ്ഞ മാസം കൂടി അടുത്തൊരു ഉദ്ഘാടനത്തിന് വേറെ റോഡസും കൂടി വന്നാൽ അത് ശിർക്കിലെത്തും. കറാമത്ത് നിഷേധമൊക്കെ ഇപ്പം എവിടെ എത്തി? ഇതിനെതിരെ ചിലരൊക്കെ സംസാരിച്ച് നോക്കുന്നുണ്ട്, ഉള്ളുന്ന് പുറത്ത് പറയാൻ ധൈര്യമില്ല. പള്ളിയിൽ നിന്നൊക്കെ ഒരു പരിപാടി നടക്കുകയാണ്, ചിലർ പറഞ്ഞു നോക്കും ഇസ്തിഗാസ സുന്നത്ത് തന്നെയാണ് കേട്ടോ, അത് വിടരുത് കേട്ടോ, ഏത് ഹോജ പറഞ്ഞാലും. ആരുമില്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ ചിലർ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്തിറങ്ങി പറഞ്ഞ ഓലി ആപ്പീസ് കൂട്ടും. ഉള്ളെന്ന് പറഞ്ഞൊരു ക്ലിപ്പ് കളിപ്പിച്ചു കൊടുക്ക്. നോക്കിയാൽ കാണാം, ഫതദക്കർതു ഖൗല സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഇദാ വഖഅത ഫീ ശിദ്ദത്തിൻ ഫനാദിനി. നീ വല്ല വിഷമത്തിലും പെട്ടാൽ എന്നെ നീ വിളിക്കണേ എന്ന് വസിയത്ത് ചെയ്തത് ഞാൻ ഓർക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട അലീഷ് തനൂഫി അവിടുത്തെ ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിൽ സനദടക്കി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കാണ്, നീ വിഷമത്തിൽ പെട്ടാൽ ഫല്ലിനാദിനി, എന്നെ വിളിക്കണം, ഔലിയാക്കന്മാരെ വിളിക്കണം വിഷമത്തിൽപ്പെട്ടാൽ എന്ന് പഠിപ്പിച്ചത് ആരാണ്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇമാം ത്വബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇബ്നു സുന്നി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബസാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഈ 3 ഇമാമിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഔലിയാക്കന്മാരെ വിളിച്ച് ദുആ ചെയ്യണം സഹായികളില്ലാതെ ആയാൽ എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. ഇസ്തിഗാസ ചെയ്യൽ സുന്നത്താണ് എന്ന്. ഇസ്തിഗാസ അനുവാദമാണെന്ന് പറയുന്ന ചില ആത്മജ്ഞാനികളുണ്ട്. അവൻ വിദേഹത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നവനാണ് നമ്മൾ മനസ്സിലാക്കണം. തലയെ കെട്ടിയാലും വേണ്ടിയില്ല, ഈ കിരീടം വെച്ചാലും വേണ്ടിയില്ല. ഇത് സുന്നത്തായി റസൂലുള്ളാഹി പ്രഖ്യാപിച്ച സാധനമാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ ഓർക്കുകയാണ്, പണ്ഡിത ലോകത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എല്ലാവരാലും അറിയപ്പെട്ട വൈലത്തൂർ ഉസ്താദിന്റെ കൈകരങ്ങളാൽ ഒരു കിതാബ് ആ വിഷയത്തിൽ തന്നെ എഴുതാൻ അവിടത്തേക്ക് അക്കാലത്ത് തൗഫീഖ് കിട്ടിയത് നമുക്ക് വല്ലാത്ത സമാധാനം ഉണ്ടാക്കി തരികയാണ്. ബയാനുൽ ഹഖ് ഫീ ജവാദി തലബിൽ മഊനത്തി മിനൽ ഹൽഖ് എന്ന് മഹാന്മാരോട് എന്നല്ല, ആരോടും സഹായം തേടുന്നതിൽ ഒരു പ്രശ്നവുമില്ല
എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കിതാബ് തന്നെ എഴുതുകയും അത് ഓതിത്തരുകയും ചെയ്തിരിക്കുന്നു ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ. തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു. ആ തൗഹീദിൽ ഗ്രന്ഥങ്ങൾ എഴുതി ഈ ലോകത്തോട് പിരിഞ്ഞാൽ ഇനി ആരോടെങ്കിലും പറയുമ്പോൾ ഇവർ ഈ ആശയത്തിന്റെ ആളല്ലേ എന്ന് നമുക്ക് പറയാമായിരുന്നല്ലോ. അല്ലെങ്കിൽ ആയതെടുത്തിട്ട് കാട്ടിക്കൊടുക്കാം, അസമൂലിനെ കാട്ടിക്കൊടുക്കാൻ കഴിയോ, അല്ലെങ്കിൽ പതിയെ കാട്ടിക്കൊടുക്കാൻ കഴിയോ, ഷംസുലിനെ കാട്ടിക്കൊടുക്കാൻ കഴിയോ, കണ്ണിയത്തിനെ കാട്ടിക്കൊടുക്കാൻ കഴിയോ? അവരൊക്കെ ഇസ്തിഹാദിന്റെ ആളുകളാണ്, കുതുബിയത്തിന്റെ ആളുകളാണ്. ഇന്ന് കുതുബിയത്ത് ചെല്ലാൻ പേടിയുള്ളവരായി മാറിയെങ്കിൽ ഈ തലയെക്കെട്ട് സമൂഹത്തിൽ വിദേഹത്തിനെ പരത്തുന്ന അവസ്ഥയിലേക്ക് ചില തലയെക്കെട്ടുകൾ എത്തിയെങ്കിൽ മുസീബത്തിന്റെ കൊടിയായി മാറിയിരിക്കുന്നു. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. പഴമയിലേക്ക് തിരിച്ചു വരിക, വല്യുനാദിനി എന്നെ വിളിക്കുക. ബഹുമാനപ്പെട്ടവര് തന്നെ വിഷമം പുറത്തിറങ്ങി പറയും ഉസ്താദേ, ദർശാണ് പോവാണെങ്കിൽ പോകട്ടെ, പുറത്തിറങ്ങിയിട്ട് കാര്യം പറയും. അത് പറഞ്ഞാൽ അത് കഴിഞ്ഞ് മാത്രല്ല ഇത് പറഞ്ഞ് പ്രശ്നമായാൽ പിന്നെ അതിനെ ഒപ്പിക്കാൻ ചെയ്യുന്ന പണിയാണ് നമ്മളെ നാല് ചീത്ത പറയൽ. പിന്നെ നമ്മളെ അവതാരവാദമൊക്കെ കൊണ്ടുവന്ന് ഇത് ഒപ്പിക്കണമല്ലോ. എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്? നമ്മൾ രക്ഷപ്പെട്ടതാണ്. ശൈഖുനയുമായുള്ള കൂടിക്കാഴ്ച ഇല്ലായിരുന്നുവെങ്കിൽ, മഹാന്മാരായ മശായിഖന്മാരുമായുള്ള നമ്മുടെ സഹവാസം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ, നമ്മളും ഇസ്തിഗാസ വിട്ട്, ഖുതുബിയ്യത്ത് വിട്ട്, റിഫായി റാത്തീബ് വിട്ട്, ഈക്കെ ഉസ്താദിന്റെ വഴി വിട്ട്, അയാൾ പറഞ്ഞ പോലെ തലേ കെട്ടും കെട്ടിയിട്ട് ബിദ്അത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഏജൻസിയായി മാറിപ്പോകുമായിരുന്നു. വല്ലാത്ത ഒരു കാലമാണ്. നമ്മൾ അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യണം കൂട്ടുകാരെ. നമ്മുടെ എന്തോ പവറല്ലല്ലോ ഇത് അല്ലാഹു ചെയ്ത വലിയ നിഅമത്താണ്. ദാലിക ഫദ്ലുല്ലാഹ് യുതീഹി മൻ യശാ. ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് അവൻ കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട SYS-കാരെ, SSF-കാരെ, പ്രിയപ്പെട്ട പഴയ കൂട്ടുകാരെ, നിങ്ങളിതൊന്ന് ഉറക്ക ചിന്തിക്കി. എവിടേക്കാണ് സമൂഹത്തെ കൊണ്ടുപോകുന്നത്? സംഘടനാ മീറ്റിംഗ് കൂടി അതിൽ ഏറ്റവും വലിയ അജണ്ട ഖുതുബിയ്യത്തിനെ നിരുത്സാഹപ്പെടുത്തണം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങോട്ടായി പോക്ക്? വലിയ അബദ്ധമല്ലേ? അതാ ഞാൻ പറഞ്ഞു, ഇതൊരു ഷെയ്ഖ് മുരീദ് കളിയൊന്നുമല്ല, ഇത് അടിത്തറയാണ്. ഇവിടെ ഖുതുബിയ്യത്തും റിഫായി റാത്തീവും ഇസ്തിഗാസൊക്കെ ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അവിടെ ഇല്ലാതാക്കാൻ പറ്റുന്ന സംഭവമാണോ? ഇതൊക്കെ നേരത്തെ ഉള്ളതല്ലേ? ഈ പറയുന്ന സംഘടന സമസ്ത അതൊക്കെ വരുന്നതിന് മുമ്പ് ഖുതുബിയ്യത്തില്ല എവിടെ? റിഫായി റാത്തീബില്ല എവിടെ? ഇസ്തിഗാസയില്ല എവിടെ? അതിന് നാലാള് വിചാരിച്ചാൽ നിർത്താൻ കഴിയോ? ആളുകൾ നാലെയും ഖുതുബിയ്യത്ത് ചെല്ലൂലേ? നമ്മളെ നാട്ടിലൊക്കെ ബദരീങ്ങളെ വിളിക്കൂലേ? ആർക്കതിൽ തർക്കമുള്ളത്? അപ്പൊ നന്നായി ചിന്തിക്കണം. വഹാബിസം അതിങ്ങനെ നുഴഞ്ഞു കയറുകയാണ്, ഹൃദയത്തിൽ അതിന് സ്ഥാനം കിട്ടുകയാണ്. നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞോളണം, കാക്കണം ഞങ്ങളെ ശൈഖോരെ എന്ന വരി ധൈര്യത്തോടെ പാടാൻ നമുക്ക് മനക്കരുത്ത് തന്നത് നമ്മുടെ മശായിഖന്മാരാണ്. ഇത് നമ്മൾ പഠിക്കണ്ടേ? എവിടേക്കാണ് ലോകത്തെ കൊണ്ടുപോകുന്നത്? ശിർക്കാന്ന് പറയാൻ പൂതിയൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞാൽ നേർച്ച വരുന്നത് മുടങ്ങുന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവിടെ നിർത്തിയതാ. അല്ലെങ്കിൽ അതും അവർ പറയും. ഇവിടെ ആദരവ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ലേ സഹോദരങ്ങളെ? അതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം അത് അനുഭവിച്ചു പഠിക്കേണ്ടതാണ്. മശായിഖന്മാരെ മുമ്പിലിരുന്ന് പഠിക്കേണ്ട സംഭവമായി. ഇത് പഠിക്കുന്നിടത്ത് അബദ്ധം വരുമ്പോഴാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാകുന്നത്. മശായിഖന്മാരില്ലാതെ നമ്മൾ തന്നെയാണ് സൂറിയൊക്കെ ആയാൽ ഇതാണ് അവസ്ഥ ഉണ്ടാകുക. അത് നമ്മൾ ശ്രദ്ധിച്ചോളണം.